നമസ്തേ. രാമായണം 3 തലത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 1 സഞ്ചിതം, 2 പ്രാരബ്ധം, 3 ആഗാമികം. സഞ്ചിതം എന്നാൽ കൃമികളായും കീടങ്ങളായും വൃക്ഷലതാദി യോനികളിലും അനേക ജന്മങ്ങൾ കഴിഞ്ഞാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. മനുഷ്യജന്മം കിട്ടിയാൽ മാത്രം ഒരു വ്യക്തിക്ക് മോക്ഷം സിദ്ധിക്കണമെന്നില്ല. അനേകം മനുഷ്യ ജന്മം എടുക്കേണ്ടതായി വരും. പ്രത്യേകിച്ച് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ പറയുന്നത് പുണ്യപാപങ്ങൾ തുല്യ നിലയിൽ വന്നാൽ മാത്രമേ ഈ ഭാരത ഖണ്ഡത്തിൽ മനുഷ്യജന്മം കിട്ടുമെന്നാണ്. അപ്പോൾ സഞ്ചിതം ഈ അനേക ജന്മങ്ങളിൽ ആർജിച്ചിട്ടുള്ള പുണ്യപാപ സമ്മിളിതമായ ആ കർമ്മങ്ങളുടെ ആകത്തുകയ്ക്കാണ് നമ്മൾ സഞ്ചിതം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചു തീർക്കുവാൻ ഒരു റേഷൻ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ് പ്രാരബ്ധം. എപ്പോഴാണോ പ്രാരബ്ധം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ശരീരം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്, ഈ ജന്മം തന്നെ എടുത്തിരിക്കുന്നത്. എപ്പോഴാണോ പ്രാരബ്ധകർമ്മം അനുഭവിച്ചു തീരുന്നത്, അപ്പോൾ ഈ ദേഹം ഇവിടെ ജീവൻ ഉപേക്ഷിക്കും. അപ്പോൾ അടുത്തത് നമ്മുടെ ബാക്കി കിടക്കുന്നതിനാണ്, ഫിക്സഡ് ഡിപ്പോസിറ്റായി കിടക്കുന്നതിനാണ് നമ്മൾ ആഗാമികം എന്ന് പറയുന്നത്. ഈ 3 തരത്തിലുള്ള കർമ്മങ്ങളിൽ ബന്ധിതരാണ് ഓരോ മനുഷ്യരും. അതിൽ പ്രാരബ്ധം അനുഭവിക്കാതെ ഒരു വ്യക്തിക്കും പോകാൻ സാധ്യമല്ല. അതാണ് രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, സാരഞ്ജനായ നീ കേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. മനുഷ്യജന്മം എടുത്താൽ പ്രാരബ്ധകർമ്മം അനുഭവിക്കാതെ ഇവിടെ നിന്ന് ആർക്കും പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നല്ലത് ചിന്തിക്കുവാനും നല്ലത് പറയുവാനും നല്ലത് പെരുമാറുവാനും എല്ലാവരും പരിശീലിക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്തേ.